കൂടോത്രം വെച്ചിട്ട് ഈ സെലിബ്രിറ്റീസ് അവരുടെ കരിയർ സെറ്റ് ആക്കുന്നു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം എനിക്കത് ശരിയായി തോന്നുന്നില്ല. ഞാൻ അതിനോട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോറി ബൈച്ചേട്ടാ, എനിക്കത് മാത്രമല്ല എല്ലാ ആങ്കേഴ്സിനും ഉള്ളതാണ് ആവശ്യമില്ലാതെ ഈ കൊനഷ്ട ചോദ്യം ചോദിക്കുന്ന പരിപാടി. അത് ഭയങ്കര മോശമാണ്. ഇതിന്റെ ആവശ്യമില്ല. നമ്മളെവിടെ ഇരുത്തിങ്ങോട്ടുള്ള ചോദിക്കാന്നുള്ളത് ഭയങ്കര മോശമുള്ള കാര്യമാണ്. അത് ഇത്രയും ആളുകൾ കാണുമ്പോൾ അത് ഭയങ്കര മോശമാണ്. ഓഡിയൻസ് ഇതാണോ കാണാൻ ആഗ്രഹിക്കുന്നത്? സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അത് മോശമാണ്. ചോദ്യം നിങ്ങൾ ഒഫൻഡഡ് ആയെങ്കിൽ വേറെ എക്സ്ട്രീംലി സോറി. ക്യൂരിയോസിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി ഉണ്ട്, നല്ല ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാത്തരം പരിപാടികളും ഈ കൂടോത്രത്തിലുണ്ട്. നമ്മുടെ സിനിമയല്ലേ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇന്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാല് അത് ക്യാച്ച്. ഇപ്പൊ കൂടോത്രം എന്നുള്ളൊരു വാക്കില് എന്ത് വിചാരിക്കണം സിനിമ? അപ്പൊ പലരുടെയും ചിന്തയും പല ലെവലിലാണ്. അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. വീണ, നീ വിഷമിക്കണ്ട, അടുത്ത പടത്തിൽ നോക്കിയോ നീ ഒരു ഗംഭീര സാധനം ചെയ്യും. ഇതാണ് ഇൻട്രോ സീൻ. അപ്പൊ ഇത്രയും സീൻ നമ്മൾ പടത്തിലില്ല. ഇത്രയും സീൻ പടത്തിലില്ല. അപ്പൊ നമുക്ക് അതിന് ശേഷം അല്ല അപ്പൊന്ന് പറഞ്ഞു ഇത് ചെയ്താലല്ലേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങള് സ്ക്രീനിന് ഇതിന് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യില്ല. അപ്പൊ ഞാൻ അപ്പോ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ ഇവിടെ തുടങ്ങാൻ പോവാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കുറച്ച് കൂടോത്രം ടീംസ് ആണ് കേട്ടോ. ഇത് പറയാനൊരു മെയിൻ കാരണമുണ്ട്. നമ്മുടെ അല്ലേ ബൈചേട്ടാ, നമ്മൾ ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിരുന്നത് ഓൾമോസ്റ്റ് ഒരു 6 മണി 6:30 7 മണി മാക്സിമം. പക്ഷേ ആരൊക്കെയോ കൂടോത്രം ചെയ്തതിന്റെ പേരിൽ ഇവിടെ ഇവരെത്തിയപ്പോ 9:30 എനിക്ക് തോന്നിയ. പിന്നെ ഞാനായിട്ട് പറയുന്നത് മോശല്ലേ. എനിക്ക് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ അത് ലേറ്റ് ആയി പോയി. അതുകൊണ്ടാണ് അവിടെ ലേറ്റ് ആയി. കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും അടിപൊളിയാക്കാൻ കുറച്ച് സമയം. ഓക്കെ, സോ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് കുമ്പളങ്ങിയിലെ ഹാക്കോ റിസോർട്ടിലാണ്. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവരെ കുറച്ചധികം നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല കപ്പയും മീനൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവര് ലേറ്റ് ആയി വന്നതുകൊണ്ട് നമ്മൾ കുറച്ചധികം ഇനി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലാണ്. എനിവേ, കൂടോത്രം ടീംസ്, നല്ല നമസ്കാരം. ബൈചേട്ടൻ ആക്ച്വലി ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ എന്റെ തൊട്ടടുത്തിരുന്നതുകൊണ്ട് ഞാൻ കേട്ടു കേട്ടോ. നല്ല സ്തുതിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ തുടങ്ങിയത്. പൊതുവെ വിശ്വാസം എന്ന് പറയുന്നത് നെഗറ്റീവിലും പോസിറ്റീവിലും ഉണ്ടാകാം അല്ലേ? നമ്മൾ പോസിറ്റീവിന്റെ ആളാണോ? പക്ഷെ പോസിറ്റീവിലുള്ള ആള് കൂടോത്രം എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയിൽ വിശ്വസിക്കുന്നു. കൂടോത്രം ഇത് അല്ലാതെ വിശ്വസിക്കുന്നില്ല. ഈശ്വര വിശ്വാസിയാണെന്ന് വെച്ചാൽ 100% ഈശ്വര വിശ്വാസിയാണ്. ദൈവം ഉണ്ട് എന്ന് തന്നെ കരുതി തന്നെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ ഒരു ദൈവം കൊണ്ടു തന്ന ഒരു വലിയ ഒരു ഗിഫ്റ്റ് ആൻഡ് പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കൂടോത്രത്തിന് കാണുന്നത്. ഒരു സബ്ജക്റ്റ് വന്ന് അത് ചെറിയ സിനിമയാണ്. അത് ഇത്രത്തോളം അതിൻ്റെ ഒരു മിത്ത് ഹൊറർ എല്ലാ എലമെന്റ്സും ഉള്ള ഒരു അങ്ങനെ അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു പ്രോജക്റ്റാണ്. ഇടുക്കിയിലാണ് ഈ പടം ഷൂട്ട് നടക്കുന്നത്. ഇതിൻ്റെ സന്തോഷ് ഇടുക്കി എന്ന് പറഞ്ഞ റൈറ്റർ ഈ ഒരു കഥയായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാനത് വായിച്ച് കേട്ടപ്പോൾ എന്നെ കൂടോത്രം എന്നുള്ള ടൈറ്റിലും വെള്ളിമല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. വെള്ളിമല ഇടുക്കിയിലെ ഏറ്റവും എനിക്ക് തോന്നുന്നു. ഞാൻ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. അത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളിമലയിൽ ഇരിക്കുന്ന ഫീൽ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ഇപ്പോൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ. നമ്മൾ വേറെ സ്ഥലത്ത് പോയി ഇരിക്കുന്ന തിയേറ്ററിലാണ് ഇരിക്കണേന്നുള്ള ഫീൽ ഇല്ല. അപ്പോൾ നമ്മുടെ 3D എഫക്റ്റ് അല്ല, അത് MR രാജകൃഷ്ണനാണ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നത്. കാന്താര ലോകയൊക്കെ മിക്സ് ചെയ്തത്. അപ്പോൾ എൻ്റെ ടീം അതുപോലെ 1/1 കൊണ്ട് എത്തിച്ചത് അങ്ങനത്തെ ഒരു ബെറ്റർ ടീമിനെയാണ്. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട് കൂടോത്രം. കൂടോത്രത്തെ കുറിച്ച് ദിയോട് ചോദിച്ചു കഴിഞ്ഞാലേ, ഒരു 1 ലൈനില് കൂടോത്രത്തെ പേടിക്കണം അതോ കൂടോത്രത്തെ ഇഷ്ടപ്പെടണം?
രണ്ടും മാസ് ആൻസർ ആണ്. കൂടോത്രം ഒരു ലൈക്ക് ഒരു അനുഗ്രഹമാണോ അല്ലെങ്കിൽ ഒരു നല്ലതാണോ ഒരു ചീത്തതാണോ എന്താ ഒരു വൺ ലൈനിൽ ഓഡിയൻസിന്റെ അടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്നായിരിക്കും ആൻസർ? കൂടോത്രം എന്ന് പറഞ്ഞ വാക്ക് വൺ ലൈനിൽ നമുക്ക് പറയാം. കൂടോത്രം എന്ന് പറയാൻ പറ്റും വൺ ലൈനിൽ. പക്ഷെ കൂടോത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറെ പറയാനുണ്ടാവും. നമ്മുടെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. ഇതൊന്നും വളരെ നല്ലതാണ്. പക്ഷെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് സിനിമ 12-ാം തീയതി റിലീസ് ചെയ്തതിനു ശേഷം എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. അല്ല അത് സ്ട്രിക്റ്റ് അല്ല. സ്ട്രിക്റ്റിന്റെ മാത്രമല്ല, നമ്മുടെ സിനിമയല്ലേ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇന്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാല് അവരത് ക്യാച്ച് ചെയ്യും. ഇപ്പൊ കൂടോത്രം എന്നുള്ളൊരു വാക്കില് എന്ത് വിചാരിക്കണു സിനിമയെ. അപ്പൊ പലരുടെയും ചിന്തയും പല ലെവലിലാണ്. അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കൂടോത്രം എന്നുള്ള വാക്കുകൊണ്ട് ആളുകൾ അവിടെ എത്തണം, എന്താണ് കൂടോത്രത്തിൽ ഉള്ളതെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതാണോ ഒരു ലൈക്ക് ഒരു അജണ്ട? അല്ല, ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തിട്ട് അത് തിയേറ്ററിൽ വരുമ്പോൾ ക്യൂരിയോസിറ്റി കൊടുത്തില്ലെങ്കിലും പണിയാണ്. സീരിയസ്ലി അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ക്യൂരിയോസിറ്റി ഉണ്ട്, നല്ല ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാത്തരം പരിപാടികളും ഈ കൂടോത്രത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ കൂടോത്രത്തിനേക്കാൾ അപ്പുറത്തിലേക്ക് മാറിപ്പോൾ നോട്ട് ഒരു കൂടോത്രം ചെയ്യുന്ന മാത്രമല്ല ഈ സിനിമ. ചിലർ അങ്ങനെ പറയാറുണ്ട്, ഇതൊരു ഫൺ മൂവിയാണോ കൂടോത്രം. നമ്മൾ ഇതിൻ്റെ ഓരോ റീൽസൊക്കെ വരുമ്പോൾ ഇത് ഈ പടത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഈ പടത്തിന്റെ ടീസറോ ട്രെയിലറോ ഒന്നും നമ്മൾ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പൊ റീൽസ് എല്ലാം വരുന്നത് ഓരോരുത്തർ അതെ അത് പടമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതൊക്കെ പടത്തിനായിട്ട് അങ്ങനെ ഒരു ബന്ധവും കാര്യം. ഞാൻ യൂട്യൂബിൽ കയറി തപ്പിക്കഴിഞ്ഞപ്പം ആ മൊട്ടയില് കൂടോത്രം ഇത് റിവീൽ ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. അതെ, പൂജയുടെ സമയത്ത് അല്ലേ? പൂജയുടെ സമയത്ത് റിവീൽ ചെയ്തു. മൊട്ടയില് കൂടോത്രം ഉണ്ടോ? പൊതുവെ മലയാളികൾക്ക് കൂടോത്രം എന്ന് പറയുമ്പോ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന വാക്ക് മൊട്ട തന്നെ, അതുകൊണ്ടാണോ? അതിപ്പോ എനിക്ക് മൊട്ടയിൽ കൂടോത്രം ഉണ്ടോന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി എനിക്കത് പിടികിട്ടി പരിപാടി. സത്യമായിട്ടും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കൂടോത്രത്തിന്റെ ചില കാര്യങ്ങൾ പറയുമ്പോഴേ നമുക്ക് ഈ ഇങ്ങനത്തെ ഈ ഒരു പോസിറ്റീവ് വൈബിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂടോത്രം എന്ന് പറഞ്ഞാൽ കുറെ ബ്ലെസ്ഡ് ആയിട്ടുള്ള മൂമെന്റ്സ് ഉണ്ടായ കൂട്ടത്തിൽ തന്നെയാണ് ഇതിന്റെ നമ്മളെ ഫസ്റ്റ് അതിന്റെ ഒരു ഇത് വന്നത് മമ്മൂട്ടി മോഹൻലാലും കൂടെയാണ്. മമ്മൂട്ടി ലാലേട്ടനും കൂടെ ചെയ്തത്. രണ്ടാമത് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മഞ്ജു വാര്യരാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തത്. DQ ചെയ്തു, ജയസൂര്യ ചെയ്തു. അപ്പോൾ മഞ്ജു വാര്യർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മഞ്ജു ആയിരുന്നില്ല ആ സമയത്ത്. മഞ്ജുവിനെ ഞാൻ അടുത്ത എന്തെങ്കിലും ഒരു പരിപാടി കൊടുക്കാമെന്നുള്ള കാര്യം ഒരു ഷോർട്ട് നോട്ടീസാണ്, പെട്ടെന്ന് അരക്കേണ്ട സമയം. അങ്ങനെ മഞ്ജു വാര്യരുടെ ആയിട്ട് ഞാൻ ഫോണിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. മഞ്ജു സംസാരിക്കേണ്ട ഞാൻ അറിഞ്ഞു, ചേട്ടാ എന്തൊക്കെയുണ്ട്, എവിടം വരെ എത്തി. ഞാൻ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ ലെറ്റർ ടൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മഞ്ജു വാര്യർ പറഞ്ഞു, എനിക്ക് എൻ്റെ പോസ്റ്റർ മഞ്ജു ഇത് ചെയ്തു തരണം. അപ്പോൾ പറഞ്ഞു പിന്നെന്താ ചേട്ടാ അതിൻ്റെ ഇതെനിക്ക് അയച്ചു തന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 6 മണിക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുക. ഞാനപ്പോൾ കണ്ടന്റ് ഇട്ട് കൊടുത്തു, 5:30 കണ്ടന്റ് ഇട്ട് കൊടുത്തു. 6 മണിയായപ്പോൾ ഇത് കാണാനില്ല, മഞ്ജു ഇടുന്നില്ല. കാര്യം മഞ്ജു കറക്റ്റ് 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ്. ദിയ എന്നെ വിളിക്കുന്നുണ്ട്, ചേട്ടാ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്, ഇത് കാണുന്നില്ലല്ലോ എവിടെയാണ് ചേട്ടാ. അയ്യോ ഞാനപ്പോ എനിക്ക് ടെൻഷൻ ഭയങ്കര. കാര്യം നമ്മളെല്ലാവരും അനൗൺസ് ചെയ്ത് പോയി. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ അസോസിയേറ്റ് ഒന്ന് ജോൺ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, ചേട്ടാ എന്താ ചേട്ടാ ഇത്ര ഇടാത്ത, ചേട്ടനാ ഫോണിങ് തന്നെ. അപ്പൊ ഞാൻ മഞ്ജുനായിട്ട് സംസാരിക്കുന്ന ചാറ്റിങ് അല്ലേ, ഇവൻ കയറി നോക്കോ, ചേട്ടൻ ഇങ്ങോട്ടേക്ക് തന്നെ ഈ ഫോൺ തന്നെ. ചേട്ടൻ എത്ര നാളായിട്ട് സംസാരിച്ചിട്ടുണ്ട് മഞ്ജുനോട്. ഞാൻ പറഞ്ഞു മഞ്ജുനായിട്ട് കുറെ. അല്ല ചേട്ടാ പണി പാലും വെള്ളത്തെ കിട്ടി, കൂടോത്രമാണ് സിനിമ, ചേട്ടനായിട്ട് മനഃപൂർവ്വം പണി കിട്ടിയതാണ്. ഞാൻ പറഞ്ഞു എങ്ങനെയാടാ, എനിക്ക് പേടിയായി. കാര്യം ഞാൻ മഞ്ജു വാര്യര് എന്ന് പറഞ്ഞ പോസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ലോകം മുഴുവൻ ആ സാധനങ്ങളെല്ലാം അയച്ചു. ഇവൻ ഫോൺ മേടിച്ചിട്ട് നമ്പർ നോക്കിയപ്പോ, ചേട്ടാ ഇത് മഞ്ജു വാര്യരുടെ നമ്പറല്ല, ചേട്ടനെ ആരോ പറ്റിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും ചേട്ടൻ, ഒന്ന് മഞ്ജു വാര്യരെ വിളിക്കുക. അപ്പൊ ഞാൻ കുറേ നമ്പർ എടുത്ത് മഞ്ജുവിനെ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ ഞാൻ ഒന്നോട് തന്നെ ഞാൻ ഈ നമ്പറിലോട്ട് വിളിക്കട്ടെ. അപ്പൊ ഇവൻ ജോൺ എടുത്തിട്ട് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, ചേട്ടാ നോക്ക് ഇതിൽ ഗിരിജ എന്നാണ് നമ്പർ. ചേട്ടാ പ്രശ്നം അല്ല കേക്ക്, സീരിയസ്ലി ചേട്ടാ ഇതിനകത്തുനിന്ന് പോയിരിക്കുന്ന കോളൊക്കെ എല്ലാം നോക്കിക്ക ചേട്ടാ, ഇത് അതല്ല മറ്റാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പേടിപ്പിക്കല്ലടാ, ഇത്ര 6:45. അപ്പോഴേക്കും മഞ്ജു വാര്യര് അതിൽ നിന്ന് പോസ്റ്റ് ഇട്ടു,
ഇവൻ എന്നെ പേടിപ്പിച്ച് ഗിരിജ അമ്മയൊന്നും അല്ല, ഇതൊക്കെ വേറെ പേരെടുത്തിട്ടിരിക്കുക. ഒന്ന് ആളെവിടെ ഇരിക്കുന്നുണ്ട്, എടാ ഒന്ന് വന്ന് മുഖം കാണിച്ചിട്ട് പോടാ, നീ വന്നേ ഒന്ന് മുഖം കാണിച്ചിട്ട് വയ്ക്കുന്നത്. ഇതാണ് ജോൺ. ജോൺ നിന്നെ മുഖം കാണിട്ടാ, മുഖം കാണിട്ടാ, ഒന്ന് ഇവിടെ ഒന്ന് മുഖം കാണിച്ചിട്ട് പോ. നന്ദിയുണ്ടേ. കൊണ്ടോ, ഇതാണ് മഞ്ജു വാര്യർ അല്ല, ഇത് 100% അല്ല, എന്നിട്ട് 7 മണിയായപ്പോ മഞ്ജു ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു, സോറി കേട്ടോ ലേറ്റ് ആയി പോയിച്ചിരുന്നു. 6:45 ഞാൻ ചോദിക്കാനിരിക്കുവായിരുന്നു, ചേട്ടന്റെ കയ്യിൽ മഞ്ജു ചേച്ചിയുടെ നമ്പർ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ഈ ടെൻഷനിൽ കേറിയിട്ട് ഞാൻ മഞ്ജുവിനെ ഞാനിപ്പോ ആലോചിക്കുന്നു എന്നെ പറ്റിച്ചു. ഞാൻ സിനിമ ആണോ ചേട്ടൻ കണ്ടിരുന്നോ, ചേട്ടൻ അതൊന്ന് പോയി കാണണേ എന്നൊക്കെ പറയുമ്പോ ഞാൻ പിന്നെ ആരോ ആണ് ഇത്രയും നാൾ എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ ലൈഫിലൊക്കെ ഓരോ ഉണ്ടാകുന്ന സംഭവങ്ങൾ അത് റിയലൈസ് ചെയ്യുമ്പോൾ, ഞാൻ മഞ്ജുവിന്റെ കണക്ട് ആയിട്ട് പറഞ്ഞ അത് നമ്മൾ റിയലൈസ് ചെയ്യാണ്ട് പെട്ടെന്ന് അത് വേറെ രീതിയിലേക്ക് പോയുള്ള ചിന്ത എന്താ. അപ്പോൾ അത് റിയലൈസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ. നിങ്ങൾക്കെതിരെ ഇൻ കേസ് നിങ്ങൾക്കെതിരെ ഇപ്പം ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ട്, നമ്മുടെ മിഥുനത്തിലെ പോലെ ആ പൊട്ടി എന്ന് പറയുന്ന പോലെ, ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങൾ അറിഞ്ഞു എന്ന് വെക്ക്, ഈ ആളെ നിങ്ങൾ നേരിട്ട് കണ്ടു എന്നും വെക്ക്, ഹൈപ്പോത്തറ്റിക്കലി രണ്ടെണ്ണം പറയാൻ ഉള്ള ഇത് തോന്നുന്നു? ഒന്നുമില്ല, എഫക്ട് ചെയ്യുന്നില്ലല്ലോ, അവര് വെച്ചെന്നല്ലേ ഉള്ളൂ. ഇല്ല, എഫക്ട് ചെയ്തെന്ന് വെക്ക്. എഫക്ട് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. വീണ ചേച്ചി എന്നാ നിങ്ങൾ എഫക്ട് ചെയ്ത് ലൈക്ക് ഇൻ എ ബാഡ് വേ ഒന്ന് കൂടോത്രം വെച്ചു നിങ്ങൾ അറിഞ്ഞു, അത് നിങ്ങളുടെ ഫാമിലിനെ എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ എഫക്ട് ചെയ്തു, കരിയറിനെയോ പേഴ്സണലിയോ എന്തെങ്കിലും. അപ്പൊ വാട്ട് വിൽ യു സേ ടു ദാറ്റ്? കൂടോത്രം എന്ന് പറയുന്നില്ലല്ലോ, അത് നമ്മുടെ ലൈഫിലെ ഒരു ടൈം പീരീഡ് ആണ്. ഇന്ന് നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടാവും, അത് അങ്ങനെ നടക്കും, അങ്ങനെ തിങ്ക് ചെയ്താൽ സോ യു ആർ ബിലീവ് ഇൻ ഡെസ്റ്റിനി. എടാ കൂടോത്രം ഉണ്ട് സത്യമായിട്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ താൻ വിശ്വസിക്കുന്നില്ലേ കൂടോത്രത്തില്? ഇല്ലേ? ഞാൻ നിങ്ങളുടെ മൂവിയിൽ വിശ്വസിക്കുന്നു. പഠിച്ചു വന്നതാ വെച്ച. പക്ഷെ കൂടോത്രം ഉണ്ട്, ഉണ്ടോ? ഒരു പണി വരുന്നുണ്ട്, നോക്കിക്കോ. പണി വരുന്നുണ്ട് അവറാച്ചാ എന്നുള്ള പോലെയാണ് ഇത്. ഇവിടെ എന്റെ ബാഗിൽ നിന്ന് ഒരിക്കലും, ഇതൊരു റിയൽ സ്റ്റോറി സംഭവമാണ്. എന്റെ ഒരു ബാഗിൽ നിന്ന് എനിക്കൊരു പേപ്പർ ഇങ്ങനെ പകുതി കീറി ഇത്രയും ഇങ്ങനെ കെട്ട് കിട്ടി. ഇംഗ്ലീഷാണ് മുഴുവൻ, പകുതിയെ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ കാര്യം, എന്നിട്ട് അത് പകുതി വായിച്ചു നോക്കുമ്പോൾ സ്പെൽസ് ആയിരുന്നു മുഴുവൻ, അറബിക് സ്പെൽസ്. സ്പെൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അറബിക് സ്പെൽസ് ആയിരുന്നു മുഴുവൻ പകുതി. അതിനകത്ത് TV, സീരിയൽ എന്നൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഉടനെ നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ശരിക്കും ഇതുപോലെ ഒരു സംഭവമാണ്, നമ്മൾ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഥർവ മന്ത്രങ്ങൾ എന്ന് പറയുന്ന പോലെ വേറൊരു ടൈപ്പ് ഓഫ് സ്പെല്ലുകളായിരുന്നു മുഴുവൻ. അപ്പൊ അവര് പറഞ്ഞു, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വിട്ടേക്ക്, ഒരു സമാധാനം, എന്റെ സമാധാനത്തിൽ നീ അത് കത്തിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. എന്നിട്ട് കത്തിച്ചു കളയുകയും ചെയ്തു. പക്ഷെ കത്തിച്ചു കളഞ്ഞ വിശ്വസിക്കാൻ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. ഓരോ പേയ്മെന്റ് വരെ അത് കത്തിച്ചു കളഞ്ഞതിന് ശേഷമാണ് വിഡ്രോ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നമ്മള് ശരിക്കും അതിന് മുന്നേ നമ്മൾ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഉടനെ ഇത് കത്തിച്ച ഉടനെ ഒരു കാര്യമില്ലാതെ അവര് ഫോണിൽ മെസ്സേജ്, പേയ്മെന്റ് റിസീവ്ഡ്, ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അപ്പൊ എന്തുവാടെ ഇത്? ആക്ച്വലി അതൊരു വളരെ കോൺഫിഡൻസ് ആണ് സംഭവിച്ചത്. ശരിക്കും ലൈഫിൽ നടന്ന കാര്യമാണ്, ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന കാര്യം പറയണേ. പക്ഷെ ആ സ്പെൽസിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ വിശ്വസിച്ചു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കൂടോത്രം വെച്ചിട്ട് ഈ സെലിബ്രിറ്റീസ് അവരുടെ കരിയർ സെറ്റ് ആക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആണോ എന്നുള്ള ചോദ്യം ഇല്ല, അങ്ങനെയുള്ളവരെ പരിചയം ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഫ്രഷ് പറഞ്ഞു റേച്ചൽ. ശരിക്കും പറഞ്ഞാൽ ഓക്കെ, നദിയ പറഞ്ഞ കേട്ടിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യണ എന്താ വെച്ചാൽ ഇപ്പോഴൊരു ഇങ്ങനൊരു ചോദ്യം ഇവിടെ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൂസിട്ട ഓൾ ക്രെഡിറ്റ്സ്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ അവിടെ ഇരിക്കണേ, മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. പക്ഷെ ഇത് നമ്മളെ ഇവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് അത് ശരിയായി തോന്നിയില്ല. ഞാൻ അതിനോട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോറി ബൈച്ചേട്ടാ, എനിക്കത് മാത്രമല്ല എല്ലാ ആങ്കേഴ്സിനും ഉള്ളതാണ് ആവശ്യമില്ലാതെ ഈ കൊനഷ്ടൂത്ത്
എന്റെ കൊനഷ്ട ചോദ്യം ചോദിക്കുന്ന പരിപാടി. ഇത് അത് ഭയങ്കര മോശമാണ്. ഇതിന്റെ ആവശ്യമില്ല. ഇല്ല, വീണ ഇപ്പൊ ചേച്ചി, ഇപ്പൊ ഈ ഞാൻ പറയട്ടെ, നിങ്ങൾ മോളെ ഈ offended ആയിട്ട് സ്റ്റേജില് feel ചെയ്തിട്ടുണ്ടോ? അല്ലല്ലല്ല നമ്മളെവിടെ ഇരുത്തിക്കൊണ്ടുള്ള ചോദിക്കാന്ന് പറയുന്നത് ഭയങ്കര മോശമുള്ള കാര്യമാണ്. അത് ഇത്രയും ആളുകൾ കാണുമ്പോ അത് ഭയങ്കര മോശമാണ്. ആസ് ആൻ ഓഡിയൻസ് അല്ലെങ്കിൽ ഓഡിയൻസ് ഇതാണോ കാണാൻ അല്ലല്ല, ആഗ്രഹിക്കുന്നത്? ഇല്ല, അല്ല, ചേച്ചി നിങ്ങള് ഞാൻ പറയട്ടെ. സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു പറഞ്ഞോണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ അതെ പറഞ്ഞ അതെ ഇല്ല, പൊതുവെ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോ അത് നമ്മുടെയൊക്കെ മോശമാണ്. നാട്ടില് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് പൈസക്കാരാവുന്നവര്, അതായത് ഇപ്പൊ നമ്മളൊന്നും നിങ്ങൾ ഒരാൾ അങ്ങനെ പുറത്തു പറഞ്ഞോ. പോയി. നിങ്ങൾ ഇപ്പൊ സെലിബ്രിറ്റി ചോദ്യം എന്തായാലും പേര് പറഞ്ഞു. പേര് നിമ്മി എന്നാണ്. നിമി, ഇപ്പൊ ചോദ്യം എന്താ നിമി ചോദിച്ചേ? നമ്മളിവിടെ ആർട്ടിസ്റ്റ് ഇരിക്കുമ്പോ സെലിബ്രിറ്റീസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സെലിബ്രിറ്റീസ് ആണ്. നമ്മൾ നമ്മുടെ പടത്തിന്റെ ഒരു പ്രൊമോഷന് വന്നിട്ട് അതിങ്ങനെ സംസാരിക്കുമ്പോ അതൊരു ഭയങ്കര മോശമാണ്. നമ്മള് ആർട്ടിസ്റ്റുകൾ അങ്ങനെയാന്ന് പറയുമ്പോ അത് എന്ത് മോശമാണ്. അപ്പൊ ഇത് ഭയങ്കര മോശമായി പോയി. ഇത് ഇങ്ങനെ ചോദിക്കാൻ ഒരിക്കലും പാടില്ല. അത് വെരി ബാഡ്. അല്ല, അത് ഭയങ്കര മോശം. അല്ല, വീണയ്ക്ക് എന്താ വൈചേട്ടനൊന്നും പറയാനില്ല? വൈചേട്ടാ ഇങ്ങനെ അതൊരു ഒരു അസ്ഥാനത്ത് ചോദിക്കുന്ന ചോദ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അത് എനിക്ക് ഒരു അപ്പുവിനോട് വിഷയമില്ല. വിളിച്ചപ്പോഴേ പറഞ്ഞു, കാര്യം ആവശ്യമില്ലാതെ സെലിബ്രിറ്റീസ് ഭയങ്കര കൂടോത്രം ചോദിക്കരുത്. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ല, നമുക്ക് അറിയത്തോന്നും പാടില്ല. അപ്പൊ അത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചേട്ടാ, നമ്മൾ എനിക്കറിയില്ല. ഇത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം ഇങ്ങനെ ചോദിച്ചതല്ല. അല്ല, സെലിബ്രിറ്റീസ് എടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റീസ് എല്ലാരും പൂജയും ഇങ്ങനെ കൂടോത്രം ചെയ്തിട്ടാണ് നിമിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ചേച്ചി, ഞാൻ അല്ലല്ല, നിമിക്ക് അങ്ങനെ തോന്നിയോ? വളരെ ക്ലിയർ ഞാൻ ചോദിക്കുന്ന അതല്ല, നിമിക്ക് അങ്ങനെ തോന്നിയോ? സെലിബ്രിറ്റീസ് എല്ലാം പൂജ ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, ജോലി ചെയ്യുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്യാം. എനിക്കങ്ങനെ ഒരു രസത്തിന് ചോദിച്ചാ അല്ല, എന്റെ ഇത് ഭയങ്കര മോശമായി പോയി. നിങ്ങൾ ഇവര് പറയുമ്പോ ഒക്കെ ചോദിക്കുമ്പോ ആലോചിക്കണം ഇതുപോലെ തിരിച്ച് എനിക്ക് സംസാരിക്കുകയും തിരിച്ച് ചെയ്യുന്നത്. സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല വീണ ചേച്ചി. അല്ല, അങ്ങനെ എന്തിനാണ് മറ്റുള്ള ഇത് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്? അത് ഭയങ്കര മോശമാണ് ചെയ്യുന്നത്. അത് ശരിയല്ല. അത് അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി ഇത്രയും ആർട്ടിസ്റ്റിനെ ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ കൂടോത്രം ചെയ്തിട്ടാണ് സിനിമയിൽ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്ര നെഗറ്റീവ് കമന്റ്സ് ആണ് അത് പോകുന്നത്, അല്ലേ? അല്ല, ഞാനിപ്പോ ഒരു ഫസ്റ്റ് ടൈമാ ആസ് എ പ്രേക്ഷക എന്നുള്ള നിലയിൽ എന്ത് എനിക്ക് തോന്നുന്നു? ഫസ്റ്റ് കേട്ടപ്പോ അപ്പൊ ഇങ്ങനെയാണോ അല്ലേ ഇവര് സിനിമയ്ക്കകത്ത് അതാ അങ്ങനെ തോന്നി. ചോദ്യം നിങ്ങൾ ഒഫൻഡഡ് ആയെങ്കിൽ വി ആർ എക്സ്ട്രീംലി സോറി ഫ്രം ദ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ടീം. ബട്ട് ദ ക്വസ്റ്റ്യൻ വാസ് സോറി ലൈക്ക്, മാത്രം പറഞ്ഞാ പോരാ, 3 വട്ടം എത്ര അത് നടക്കൂല. ഇത്രയെങ്കിലും നിങ്ങളെ പേടിപ്പിച്ചില്ല. പ്രാങ്ക് ആര് പ്രാങ്ക് ചെയ്തു അവൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ പാവം, അത് ഞാൻ പേടിപ്പിച്ചാൽ കൂട്ടുകാരെന്ന് എന്റെ ചങ്കൊന്ന് പിടിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പേടിച്ചു പോകും, ഞാൻ കൂടെ പ്രാങ്ക് ചെയ്യാൻ. അത് അവിടെ ഒരാൾ അറിഞ്ഞിട്ടില്ല. It's completely, you know, I mean, ഞാൻ ഈശോടെ ചിലപ്പോ പോയാലേ ഇത് കരയൊന്ന് ശരിക്കും അറിയാനായിരുന്നു. ഞാനായില്ല, എന്നാലും ഞാൻ അങ്ങനെ മനഃപൂർവ്വം അല്ല, ഈ ആള് ഇവരെ കുറ്റം പറയില്ല, ആങ്കസിനെ കുറ്റം പറയില്ല. അപ്പുനെ പോലെയുള്ള ഞങ്ങൾ അത് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതൊന്നും പറയാതെ ഞാൻ ഇതൊരു പാടാട്ടോ. ആവശ്യമില്ലാതെ ഇങ്ങനെ കൊറേ കുത്തി ചോദിക്കുമ്പോ അപ്പൊ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞ അവിടെ തീർന്നു. അല്ല, സീരിയസ്ലി അങ്ങനെ കൊച്ചിന് വെള്ളം കൊടുത്താൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മള് ഈ പറഞ്ഞ ആവശ്യത്തിലധികം കുടിച്ചിട്ടുണ്ട് ഇപ്പൊ. തമാശ കുറച്ച് കുടിച്ചോ? ഇതിനിടയിൽ കൂടെ ഒരു പ്രേക്ഷകർ കേട്ടോ. എന്തെങ്കിലും പറയണ്ടേ? അവിടെ ഇവിടെയും തൊടാത്ത ലെവലിൽ ഞാനൊരു പ്രേക്ഷക എന്നുള്ള ലെവലിൽ. അല്ല, എനിക്കിതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആക്ച്വലി ഇത് ചുമ്മാ അങ്ങനെ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റി എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ഒരു ആക്ടറാണ്, അഭിനയിച്ചില്ലേ? അഭിനയിച്ചു. പക്ഷെ സെലിബ്രിറ്റി ആണെങ്കിൽ 4 പേര് ഫോട്ടോ എടുത്തു. ഒരു സാധനത്തിൽ അങ്ങോട്ട് എത്തണം. അല്ല, ഒരു കാര്യം പറട്ടെ, ഈ എത്ര കൂടോത്രം ചെയ്താലും എന്ത് ചെയ്താലും നന്നായിട്ട് കൂടോത്രം അല്ല, ഇതിനകത്ത് ഞാൻ ഈ വീണ പറഞ്ഞ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതാരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് അപ്പൊ ഓൺ ദ സ്പോട്ടിൽ നിർത്തേണ്ടടുത്ത് നിർത്തിയാൽ ചോദിക്കത്തില്ല. അത് ഭയങ്കര ഒരു മെസ്സേജാണ്. കാരണം അങ്ങനെ ഒരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്. ഇതിനകത്ത് എനിക്ക് 2 മക്കളാണ്, 2 കൊച്ചുങ്ങളാണ്. അങ്ങനെയുള്ള മെസ്സേജൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. നമ്മളിപ്പോൾ പല അവിഹിതങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയം, ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
അപ്പോൾ കേൾക്കുന്നത് എന്താണ്, ഞാൻ ഈ ക്ലാസ്സൊക്കെ മോട്ടിവേഷനൊക്കെ എടുക്കാൻ പോകുമ്പോൾ സംസാരിക്കുന്ന വിഷയമാണ്. ഇന്ന് പരസ്പരം സംസാരിക്കാൻ നേരമില്ല. അതായത് സ്വന്തം ഭാര്യയോട് സംസാരിക്കേണ്ട അന്യന്റെ ഭാര്യയോട് സംസാരിക്കുന്നു, സ്വന്തം ഭർത്താവിനോട് സംസാരിക്കേണ്ട വിഷയം വേറെ ഭർത്താവ്. അപ്പോൾ കൂടുതൽ ഡിവോഴ്സിലോട്ട് പോകുന്നതാണ്. അപ്പോൾ പറയും എന്നെ ഫോൺ ഇങ്ങോട്ട് വിളിച്ചിട്ടല്ലേ എന്ന് വെക്കാം. നമുക്ക് എങ്ങനെ ഫോൺ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അത് എടുക്കാണ്ടിരിക്കാൻ പറ്റും. ഓപ്ഷൻസ്. അപ്പൊ അതാണ് അത് കറക്റ്റ് റൈറ്റ്. ഒരു അതിന്റെ കൂടെ പറഞ്ഞപ്പോ ഞാൻ സോ ഈ സിനിമ വെറുതെ ഒരു ഹൊറർ ഫാമിലി മാത്രമല്ല, ഭയങ്കര സ്ട്രോങ് മെസ്സേജ് കൊടുക്കുന്ന ഫാമിലി 100% ഒരു ഫാമിലി മൂവിയാണ്. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഇപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഇതുണ്ടോ എന്ന് തോന്നിപ്പോ. നമ്മളെപ്പോഴും ഇമോഷണൽ കണക്റ്റഡ് ആവുന്ന സിനിമകളിലൂടെ ഹിറ്റ് ആവാറുണ്ട്. എന്നെ പോലെ ഇത് നമ്മൾ ക്യാരി ചെയ്യണം, ഇത് നമ്മൾ ഹോണ്ട് ചെയ്യണം. പല സിനിമകളും ഇന്ന് നല്ല സിനിമകൾ പറയുകയാണെങ്കിൽ ഹോണ്ട് ചെയ്യണം, ഫാമിലി ഹോണ്ട് ചെയ്യണം. ഞാനൊരു സിനിമ നിർമ്മിക്കണമെന്ന് കരുതിയപ്പോൾ, സ്ക്രിപ്റ്റ് സംവിധാനം ചെയ്യണമെന്ന് കരുതിയപ്പോൾ ഞാൻ ആദ്യം കരുതി എനിക്ക് തിയേറ്റർ ഉള്ളതുകൊണ്ട് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് ഒരു ലോങ് റണ്ണ് പോകുന്നത്, അല്ലെങ്കിൽ വലിയ 100 കോടിയിലോട്ടൊക്കെ പോകുന്നതിൻ്റെ ഒരു വന്നപ്പോൾ കൂടുതൽ 2-3 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. യൂത്തിനെ മാത്രം വരുന്ന ഓഡിയൻസ് ഉണ്ട്. അതായത് 2-3-4 ദിവസം കൊണ്ട് കളക്ഷൻ അങ്ങ് പോകും. എന്തുകൊണ്ട് തുടരുമെന്ന് പറഞ്ഞിട്ട് സിനിമ ഈ 350 കോടിയിലോട്ട് എത്താൻ കാര്യം, ഈ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരായിട്ടുള്ള സാധാരണക്കാരുണ്ട്. നമ്മൾ അമ്പലത്തിലേക്ക് ഉത്സവം വന്നാൽ പള്ളിപ്പെരുന്നാൾ കൂടാൻ പോകുന്ന ഒരു പടപോലെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുന്ന ഓഡിയൻസ് ഉണ്ട് തിയേറ്ററിൽ. അങ്ങനെ വരുമ്പോഴാണ് തിയേറ്ററിലൊക്കെ സുവർണ്ണ കാലഘട്ടം അല്ലെങ്കിൽ വലിയ ഉത്സവകാലം എന്നൊക്കെ പറയുന്നത്. അത് ഫാമിലിയെ കണക്റ്റഡ് ആണ് സിനിമകളിൽ. ഫാമിലിക്കുള്ള മെസ്സേജ് കൊടുക്കണം. അപ്പം പോയി കണ്ടിരിക്കും, അച്ഛൻ പോയി കണ്ടിരിക്കുമ്പോൾ ഇതെൻ്റെ ലൈഫിലുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ അനിയന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അവരായിട്ട് ഇമോഷണൽ കണക്ട് ആവണം. അങ്ങനെ ഇമോഷണൽ കണക്ട് ആവുന്ന പല പരിപാടികളും നമ്മുടെ പിന്നെ കുടുംബത്തെ എല്ലാവരുമായിട്ട് പോയി സമാധാനമായിട്ടിരുന്ന് കാണാം എന്ന് പറ്റും. ഇത് ഇപ്പോഴുള്ള പടങ്ങളെല്ലാം പല പല രീതിയിലാണ്. ന്യൂജൻ പടങ്ങളെല്ലാം മക്കളുമായിട്ട് ഇപ്പൊ അമ്പാടിയും കൊണ്ട് എല്ലാ പടത്തിനും ഞാൻ പോയി ഇരിക്കത്തില്ല. കുറെയൊക്കെ വെട്ടും കുത്തും കൊലപാതകം അല്ല, അതൊക്കെ ഒരു ട്രെൻഡാണ്. ട്രെൻഡിനൊത്ത് അതെല്ലാം വേണം. പക്ഷെ പണ്ട് നമ്മൾ കാണുന്ന സിനിമകളില്ലേ, നമ്മൾ സന്തോഷിക്കുന്ന കൂട്ടത്തിൽ കരയുകയും ചെയ്യും. എപ്പോഴും എത്രയോ പേര് ശ്വാസം പിടിച്ചിരുന്നിട്ടോ ഞാൻ പലപ്പോഴും നീ ഒന്ന് പോയി കരയടാ എന്ന് പറയുന്ന എത്രയോ സൗഹൃദങ്ങളുണ്ടെന്നോ. കരയില്ല, ഞാൻ കരയത്തില്ല, ഞാൻ ആരും അറിയാണ്ട് ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു 2 ഡ്രോപ്പ് കരഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നുകൂടെ പൊട്ടി കരഞ്ഞാൽ അങ്ങ് മാറും. അപ്പോ അങ്ങനെയുള്ള പല പരിപാടികളും നമ്മുടെ ഇപ്പോഴത്തെ ഹാപ്പിനെസ് ഉണ്ട്, കരയാൻ ഭയങ്കര റൊമാൻസിന്റെ ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഇവര് ഭയങ്കര റജിയായിട്ട് ഭയങ്കര ഞാനൊക്കെ പ്രണയം. ഇന്നലെ പാവം ഹസ്ബൻഡ് ഒരു നല്ല പണി അടുത്ത് ഇന്റർവ്യൂല് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ അടുത്ത് ദിയല്ലേ പറഞ്ഞേ, ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചു എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. അതൊക്കെ സന്തോഷമുള്ളത്. നല്ല ഇടി കൊടുക്കുന്ന ഭർത്താവാണെങ്കിൽ അല്ല പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താവാണെങ്കിൽ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ആയതുകൊണ്ടല്ലേ. ഭയങ്കര സപ്പോർട്ടാ. ഞാൻ പുറകോട്ട് നിന്നാൽ ഇറങ്ങെന്നും പറഞ്ഞിട്ട് എന്നെ പുഷ് ചെയ്ത് ഇവരിപ്പോ ഞാൻ ബ്രദർ ആൻഡ് ഇവരാണ്. അപ്പൊ ഇവര് റീനിയും ഇവര് ഷൈമോളും കൂടെ ഇവര് പുതിയൊരു സംരംഭം ഇതിനോടൊപ്പം അതായത് ഓൺ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് ബ്രാൻഡ് കാര്യം. റീനി നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല രീതിയിൽ അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ. അടിപൊളി കൊഞ്ച് ചേച്ചി ഉണ്ടാക്കി കൊടുത്ത ഫുഡാണ് ഞങ്ങള് കഴിച്ചിട്ടുണ്ട്. മമ്മൂക്ക കഴിച്ചിട്ടുണ്ട് ഒരുപാട് ഇവര് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡുകളൊക്കെ. മമ്മൂക്കൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഫിഷൊക്കെ കറി വെച്ചുള്ള തന്നോട് ഞാൻ കൊണ്ടു കൊടുക്കും. ഒരു ദിവസം എനിക്ക് തോന്നുന്നു പാലക്കാട് വരെ പോയി കൊണ്ടേ കൊടുക്കും. 2-3 മണി. അത് പുള്ളി അത് 9 താരയുള്ള ഒരു പടം. ഏത് പടം ഞാൻ ഓർക്കുന്നില്ല. ഇന്നസെന്റ് ഏട്ടനൊക്കെ ഉള്ള ഒരു നോട്ട് ഭാസ്കർ ദ റാസ്കൽ അല്ല, വേറെ സിനിമ. അപ്പൊ ഇനി നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അവരങ്ങനെ ഒരു പുതിയ സംരംഭം ഓൺ സിസ്റ്റർ, നമ്മുടെ പടത്തിന്റെ ടൈറ്റിൽ കിടക്കുന്നുണ്ട് ഓൺ സിസ്റ്റർ. കൺഗ്രാറ്റുലേഷൻസ്. നല്ല അടിപൊളി ഫുഡ് കൊടുത്തു. അപ്പോഴാ നീ ഇതെങ്ങാനും കട്ട് ചെയ്താൽ നീ ഓടിയാൽ നീ അവിടെ വരെ അങ്ങനെ ഓൺ സിസ്റ്റർ അങ്ങനെ പ്രമോഷൻ വേണ്ട. ഇത് കൂടോത്രത്തിന് വന്നിരിക്കുന്നതാണ്. ആ പരിപാടി നടക്കത്തില്ല. അവൻ പറഞ്ഞിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇല്ല. ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് ഇപ്പൊ എനിക്കറിയേണ്ടത്. നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? എന്റെ അടുത്ത് എനിക്കത് തോന്നായില്ല കേട്ടോ. വന്നപ്പോ തൊട്ട് എന്റെ അടുത്ത് പറയുന്നുണ്ട് നിമി എല്ലാം ഓക്കെ അല്ലേ,
എല്ലാം ഓക്കെ അല്ലേ സിനിമ സ്മാർട്ടാ, കരയാതെ പിടിച്ചു. ഞാനൊക്കെയാണ് കരഞ്ഞേനെ. അയ്യോ ഇല്ല, നിമ്മ ഇതിനൊക്കെ അപ്പുറം കണ്ട് അപ്പൂന്റെ കൂടെ ഒക്കെ അല്ലേ ക്ഷീണതയായിട്ടിരിക്കുക. ഇത് എനിക്കുള്ള പണിയല്ല നിങ്ങൾ ഞാൻ ഇതുപോലെ ഒരു പൂജിത ഉണ്ടല്ലോ, പൂജിത ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജോയും കൂടെ എന്നെ ഇതുപോലെ ഒരു ഇത് പ്രാങ്ക് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അതിപ്പോഴും കിടക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല ഇത് പ്രാങ്ക് ആണെന്നുള്ള പരിപാടി എനിക്കില്ല. ഞാൻ അങ്ങനെ തട്ടിക്കേറി പ്രശ്നമായി, ഭയങ്കര പ്രശ്നമായി. ഇതിന് ശേഷം ആണ് അറിയുന്നത് പ്രാങ്ക് ആയിരുന്നു. എനിക്കങ്ങ് ഭ്രാന്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര പ്രശ്നമാണ്, അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു തിരിച്ചെനിക്ക് പൂജിതനെ പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അത് അവർ അറിഞ്ഞു പോയല്ലോ, അത് സംഭവിച്ചു. അറിഞ്ഞതാണെങ്കിലും ഞാൻ പ്രാങ്ക് ചെയ്തോ. പക്ഷെ അല്ല, അവളുടെ പ്രാങ്ക് ആണ് പൂജിത എന്ന് പറഞ്ഞാലും അവള് കഴിഞ്ഞു. എന്തോരം വട്ടാക്കിണ്ടോ അറിയോ അവളെ. അങ്ങനെ തിരിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ട് പ്രാങ്ക് ചെയ്തു. അതാണ് ശരിക്കും പൊട്ടത്തിയാ. ഇത്രയും പേരിരുന്നതില് എന്റെ അടുത്ത് ശരിക്കും വിഷമായോ എന്ന് ചോദിച്ച ഒരേ ഒരാള് താങ്കളായതുകൊണ്ട് സ്നേഹം. ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല അടിപൊളി ഒരു വർക്ക് ഞാൻ കണ്ടു കേട്ടോ. സിനിമ ഏതായിരിക്കും? അല്ല, ഒരുപാട് പടം പറന്നുപോ പറയാതെ പോകാൻ പറ്റത്തില്ല. യു ഡിഡ് റിയലി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇത് അല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദിയനെ ആദ്യം കാണുന്നത് ടെലിവിഷനിലാണ്, ആങ്കർ ആയിട്ടാ. അതിനുശേഷം ശരി, ഞാൻ അതിന്റെ ഇടയിൽ ഒരു കേറി. എന്നാൽ പറന്നു പോയില്ല നായകൻ ആരാണ്? പറന്നു പോയില്ല നായകൻ ആരാണ്? ഒരിടത്ത് നോക്കണ്ട, പറഞ്ഞു ആരാണ് പറന്നു എനിക്ക് പേരറിയത്തില്ല. 36 ഞങ്ങൾ ഇവിടെ അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടർ പറ. അപ്പൊ ചേട്ടാ അല്ലല്ല, അവനോട് ഇതൊക്കെ പഠിച്ചു ഇല്ലില്ല പറയട്ടെ. നമ്മളെല്ലാരും കൂടെ ബൈചേട്ടന്റെ സിനിമയാണെങ്കിലും എനിക്ക് ബൈചേട്ടന്റെ അടുത്ത് ഇച്ചിരി ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ. പറയുമ്പോൾ അത് പറ്റില്ല. ഈ കുടുംബത്തിൽ ഇനി ആരും സത്യം പറഞ്ഞൂടാ, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഉടനെ ഇത് പറയുമ്പോ ഇത് വേറെ പ്രാങ്ക് ആയിരുന്നു. ഇല്ല പക്ഷേ ഇല്ല പക്ഷെ ഞാൻ പറയട്ടോ, ഇല്ല നമ്മള് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് അതിന്റെ ട്രെയിലർ കാണുകയും നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ്, അല്ല അതിനുശേഷമാണ് വി ഷുഡ് മെൻഷൻ ദാറ്റ് മൂവി എന്നുള്ള ഇത് വന്നു. അല്ലാതെ ഇത്രയും പേരിരിക്കുന്ന നിങ്ങളുടെ ഒന്നും പുതിയ മൂവി നമ്മള് സംസാരിക്കാതെ ആളെ കുറിച്ച് മാത്രം സംസാരിക്കണമെങ്കിൽ ബിക്കോസ് ഷീ ഡിഡ് റിയലി ഗുഡ്. അവള് നല്ല ഗംഭീരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. മറ്റു സിനിമകളുടെ കാര്യം എനിക്ക് അറിയില്ല, ഞാൻ അവളുടെ അങ്ങനെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ആ സിനിമ കണ്ടിട്ട് നമ്മുടെ ഈ പ്രൊജക്ടില് അവളുള്ള കുറച്ച് സീൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ലൈമാക്സിന്റെ പോർഷനൊക്കെ ഞാൻ ഉണ്ടായിരുന്നതാണ്. അല്ല, ഇതിലും വലിയൊരു അവാർഡ് ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് എത്ര വലിയ അവാർഡ് കിട്ടിയാലും ഒരു ഡയറക്ടർ നമ്മളെ പറ്റി നല്ലത് പറയാനില്ല. ഡയറക്ടർ മാത്രമല്ല ആക്ടർ കൂടിയാണ്, പ്രൊഡ്യൂസർ കൂടിയാണ്. ആക്ടർ ആണെങ്കിലും ഇപ്പൊ അവള് ആക്ട്രസ് ആണ്. അവള് പറഞ്ഞിട്ട് നമ്മൾ പെർഫോം ചെയ്തൊരു സിനിമയിൽ ഒരു ഡയറക്ടർ നമ്മളെ പറയുമ്പോൾ അല്ല, ഞാൻ ഇവരെ ഓരോ സീനിൽ ചെയ്യുമ്പോഴും മോട്ടിവേറ്റ് അങ്ങനെ പറയും. ഞാൻ അങ്ങനെ അവരെ അത്രയും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ചുമ്മാ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല, നല്ലതായിരുന്നു. എല്ലാവരും നല്ലതായിരുന്നു. അഭിനയിച്ച ദിയ ആവട്ടെ, റേച്ചൽ ആവട്ടെ, ഇവിടെ ഇരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ഓർമ്മ പ്രസിഡന്റ് എന്നോട് കഴിഞ്ഞ ദിവസം പറയുവാണേ,
എന്നെ പ്രസിഡന്റ് എന്ന് വിളിച്ചപ്പോ ഞാൻ ഓർത്തു 8 സിനിമയിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ബൈച്ചേട്ടൻ ഇനിയെങ്കിലും ഞാൻ പ്രസിഡന്റ് ചെയ്ത് മടുത്ത് ബൈച്ചേട്ടൻ 8 സിനിമയിൽ ഞാൻ പറഞ്ഞ് 100 സിനിമയിൽ ഞാൻ യെസ് ബോസ് ഇത് പറഞ്ഞ് ഞാൻ 100 കഴിഞ്ഞിട്ടാണ് 101 കഴിഞ്ഞ് 200 കഴിഞ്ഞ് 250 കഴിഞ്ഞാണ് ഇപ്പൊ ഒന്നാക്കുന്നത്. അപ്പൊ 12 ഇവിടെ 100 കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു 101ാമത്തെ സിനിമയിലെങ്കിലും വിളിക്കുമ്പോ ബൈജു ഒരു ഗംഭീര ക്യാരക്ടർ ഉണ്ട്, 100 സിനിമ കഴിഞ്ഞു, ഗംഭീര ക്യാരക്ടറാണ്, എന്താണ് പരിപാടി? ബൈജു അവിടെ നിന്ന് വരുന്നു, എടുക്കുന്നു, അവിടെ വണ്ടി എടുത്ത് വരുന്നു, അപ്പോഴേക്ക് 2 കൊടുക്കുന്നു, വണ്ടി കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരെ ഇറക്കുന്നത്? ബൈജുവിന്റെ ബോസ് മുതലാളി. ഞാൻ പറഞ്ഞു യെസ് ബോസ്, ഞാൻ അവൻ അടിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഇതെങ്കിലും കേട്ടിട്ട് ആരെങ്കിലും വീണ നീ വിഷമിക്കണ്ട, അടുത്ത പടത്തിൽ നോക്കിയോ നീ ഒരു ഗംഭീര സാധനം ചെയ്യും. അതെ ഉറപ്പായിട്ട് വൈസ് പ്രസിഡന്റ്. അങ്ങനല്ല, ഇതിന്റെ സെക്കൻഡ് അങ്ങനല്ല, സെക്കൻഡ് ഞാൻ പറഞ്ഞ ചേട്ടാ ഒന്നൊന്ന് അപ്പ് ചെയ്ത് MLA-യോ ഈ പടത്തിൽ പിന്നെ എനിക്ക് ചേട്ടന്റെ സിസ്റ്റർ സീനുണ്ട്. കാരണം സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളെ നൈബർ ഉണ്ട്, അലൻസിയ ചേട്ടന്റെ വൈഫില്ല, അവിടെ കല്യാണം. ഭയങ്കര ഈ 2026 ഞാൻ എപ്പോഴും പറയാറുണ്ട് ലാലേട്ടന്റെ അമ്മയായിട്ട് അഭിനയിക്കണം. നമ്മുടെ ഏറ്റവും പ്രായമുള്ള ഇവിടുത്തെ ഇപ്പൊ എന്താ പറയാ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനത്തെ കുറെ പ്രായമുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലോ ക്യാരക്ടേഴ്സ് റോൾസ് ചെയ്യുന്ന, അവരുടെയൊക്കെ കൂടെ അവരുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ ഞാൻ റെഡിയാണ്. അപ്പൊ പിന്നെന്താ എനിക്ക് ക്യാരക്ടറുകളാണ്. കറക്റ്റാണ്. ഞാൻ ഇപ്പൊ ഉദയകൃഷ്ണനും CB തോമസ്, ഞാൻ അവരുടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഉദയനും CB ആയിരുന്നു റൈറ്റർ. അവരുടെ സിനിമയിൽ ഒരു 10, 20, 25 സിനിമയിൽ എല്ലാത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ പ്രദേശാണ് അവർ ആദ്യം എഴുതുന്നത്. അങ്ങനെ ഉദയൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ബൈജു എന്ന് ഞാൻ എത്രയോ ക്യാരക്ടർ എന്നുണ്ട്, അടുത്ത സിനിമ എന്ന് പറഞ്ഞ മോഹൻലാൽ ലാലേട്ടന്റെ അപ്പനായിട്ടുള്ള ക്യാരക്ടറാണ്. സീരിയസ്ലി ഉദയൻ എന്നെ വിളിച്ചു പറഞ്ഞാണ്. എന്നിട്ട് പറഞ്ഞു ഗംഭീര ക്യാരക്ടറാണ്. ഇൻട്രൊഡക്ഷൻ തന്നെ ഈ പുള്ളിക്കാരൻ പ്രായമുള്ള ക്യാരക്ടർ, താടിയെല്ലാം വെച്ചിട്ട് പുള്ളിക്കാരൻ ജീപ്പ്, പഴയ പാലക്കാരൻ തടിവിട്ട് അച്ചായന്റെ ക്യാരക്ടർ, ഗംഭീര ക്യാരക്ടറാണ്. അപ്പോൾ വന്നു, വണ്ടിക്കൊന്ന് ഇൻട്രോ തന്നെ ഒന്ന് ജീപ്പിന് വന്ന് ഇറങ്ങുന്നു, വീട്ടിൽ വന്നിട്ട് ഗേറ്റൊക്കെ ചവിട്ടി തുറന്നിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിന്റെ വീട്ടിലെ സ്വന്തം മകനെ കാണാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഇൻട്രോ സീൻ. അപ്പോൾ ഇത്രയും സീൻ നമ്മൾ പടത്തിലില്ല. ഞാൻ പറഞ്ഞ ഇത്രയും സീൻ പടത്തിലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതിന് ശേഷം അല്ല അപ്പൻ വന്ന് ഇതാലല്ലേ ഉള്ളൂ, ഇതൊക്കെ ഞങ്ങള് സ്ക്രീനിന് ഇതിന് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യില്ല. അപ്പൊ ഞാൻ അപ്പൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ സീനിലില്ല, സിനിമയിലില്ല. ബൈജു ഒരു മേജർ ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്. ആരുടെ? മമ്മൂട്ടിയുടെ അപ്പനല്ല, അമ്മാവനാണ് മേജർ ക്യാരക്ടർ. അവിടെ നിന്ന് വരുന്നു, ശ്രീനഗറിൽ നിന്ന് വരുന്നുണ്ട്. ആണോ? എന്നിട്ട് വരുന്നതിന് വെടിവെച്ചു. അത് കാണിച്ചില്ല, അതില്ല, അത് സിനിമയിലില്ല. അപ്പൊ മമ്മൂട്ടിയുടെ അമ്മാവനായി, മോഹൻലാലിന്റെ അപ്പനായി. അല്ല എന്നെ നമ്മളോട് കഥ പറഞ്ഞ് വിളിക്കൂലോ, ആ പറഞ്ഞു ഇങ്ങനെ ഇതിന്റെ പഴയ കാലഘട്ടം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ പറയും കഥയിൽ ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഷൂട്ട് ചെയ്തില്ല. ഇങ്ങനെയാണ് ശരിക്കും. അലൻസിയേട്ടന്റെ വൈഫായിട്ട് ദുർഗയുടെ അമ്മയായിട്ട് ഞാൻ ഒരു പടം ചെയ്തിരുന്നു. ഇപ്പൊ ആത്മീയയുടെ അമ്മയായിട്ട് രാജകുമാരി എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്, നല്ല ക്യാരക്ടറാണ്. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാരക്ടറുള്ള ആർട്ടിസ്റ്റാണ്. എന്നെ അമ്മൂമ്മയായിട്ട് മുത്തശ്ശിയായിട്ട് വിളിച്ചാലും ഞാൻ ചെയ്യും. മുത്തശ്ശിയായിട്ടൊരു സാധനം വരുന്നുണ്ട്, ഒരു വെബ് സീരീസിൽ വരുന്നുണ്ട്. അത് പിന്നെ പറഞ്ഞാൽ മതി. അയ്യോ അത് അങ്ങനെ ഞാൻ ചെയ്യും. എനിക്കതല്ല ജോലി, എനിക്ക് വേറെ ഒന്നും ജോലി ചെയ്യാൻ അറിയില്ല. സത്യസത്യം പറയാ, വണ്ടർഫുൾ ഡാൻസ് അല്ല അത് ജോലിയല്ലല്ലോ, അത് പാഷനല്ല. ഇതെനിക്ക് ജോലി തന്നെയാ. ഇത് കാരണം ഇതിൽ നിന്ന് എനിക്ക് ഇൻകം ഉണ്ട്, അതുകൊണ്ടാണ് വീട്ടിൽ അരി വെക്കുന്നത്. അപ്പൊ ഇതെനിക്ക് ജോലി തന്നെയാണ്. പിന്നെ ഈ പറയുമ്പോ മറ്റേ നമ്മള് അതാണ് ഇതാണ് ഡയലോഗ് പറയാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ ഫ്ലോ അങ്ങോട്ട് പോയല്ലോ. അലൻസിയേട്ടന്റെ ദുബായിലായിരുന്നു എന്റെ ഷൂട്ട്. അപ്പൊ നമ്മുടെ നിഷാക്ക എന്നോട് കഥ പറയാൻ വേണ്ടി, നിഷാദിന്റെ പടമായിരുന്നു, ആ കഥയൊക്കെ വന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഭയങ്കര നിങ്ങള് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചതാണ്, പുള്ളിക്ക് നല്ല പ്രായമുണ്ട്, അങ്ങനെ വളരെ ഇതായിട്ട്. അപ്പൊ ഞാൻ ഇതൊന്നും സിനിമയിലില്ല, ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദുർഗ വെല്ലു വെച്ച്
പടത്തിൽ. അപ്പൊ ഇത് ഞാൻ വിചാരിച്ചതൊക്കെ ഷൂട്ടിലുണ്ടെന്ന്. അവിടെ ചെന്ന് കഴിയുമ്പോ അതൊന്നുമില്ല. ഓഫ് ചെയ്യല്ലേ അവൻ പറയുന്നതൊക്കെ നിർത്തി എടുക്കല്ലേ, എടുക്കടാ അതൊക്കെ കാണിക്കടാ. അവൻ അവിടെ നിന്ന് പറയാ ഓഫ് ചെയ്യാൻ വീണോർത്ത് പറയാ. എടാ അവൻ പറയാ ഓഫാക്കാൻ ഇതൊക്കെ. എടാ അപ്പു ഇതൊന്നും പടത്തിലുണ്ടായില്ല. എന്നിട്ട് ഇതൊക്കെ ഇവര് പറയുന്നത് എന്താ അറിയോ, ഇവരുടെ എക്സ്പീരിയൻസ് ഇവര് ഷെയർ ചെയ്യുന്നത് അല്ലെ. ആൻഡ് വി വിഷ് ഇതുപോലത്തെ ഇപ്പൊ ചേട്ടന്റെ സിനിമയിൽ ചെയ്ത പോലത്തെ അടിപൊളി ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അത് വേണ്ട നല്ല പ്രസിഡന്റ് ആയിക്കൂടെ? മോശം പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. ഞാനും ഇത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോ ക്വസ്റ്റ്യൻ ആണ്, നിർത്തിക്കും എത്ര നേരം എടി ഷൂട്ടിന് പോയിട്ട്. ഇതാ നോക്കട്ടെ കഴിയാറായില്ലേ ഈ വാടി. ഇത്ര ഞാൻ ഓർത്ത് അപ്പു എന്തോ ചോദിച്ചു, ആരൊക്കെ വന്നതാ ഇടയ്ക്കടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ആണോ അല്ല, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ നിർത്തിക്കൂടി എത്ര നേരമായി വരുന്നില്ലേ. ഈ ഇന്റർവ്യൂ ഫൺ ആക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല.